നിങ്ങളുടെ വാട്സപ്പ് പല രീതിയിലും നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ ചോരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രഹസ്യമായിട്ട് വെക്കുന്ന കാര്യങ്ങളൊക്കെ വാട്സപ്പിന്റെ പല രീതിയിൽ ചോരുന്നത് പല സെറ്റിംഗ്സ് ഒക്കെ നിങ്ങൾ മാറ്റിയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഈ സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് നിങ്ങൾ ചെയ്തു വെക്കുക. അതിനുവേണ്ടി വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് റൈറ്റ് സൈഡിലെ വലത് സൈഡിലെ മുകളിലത്തെ 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ സെറ്റിംഗ്സ് ഒന്ന് കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രൈവസി എന്ന് കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രൊഫൈൽ ഫോട്ടോ എന്ന് കാണും. നിങ്ങളുടെ ഫോണിൽ ഇത് എവരി വൺ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നോബഡി കിടക്കുകയാണെങ്കിൽ അത് മാറ്റിയിട്ട് നിങ്ങൾ മൈ കോൺടാക്ട്സിലോട്ട് മാറ്റുക. മൈ കോൺടാക്ട്സിലോട്ട് നിർബന്ധമായിട്ട് മാറ്റുക. അതിനുശേഷം വീണ്ടും ബാക്ക് അടിച്ചിട്ട് എബൌട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെയും നിങ്ങൾ എവരി വണ്ണിൽ നിന്ന് മാറ്റി മൈ കോൺടാക്ട്സ് എന്നുള്ളതിലോട്ട് മാറ്റുക. ഇതൊക്കെ നിങ്ങളുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, നിർബന്ധമായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസും അതുപോലെ നിങ്ങളുടെ വേറെ ഏതെങ്കിലും ലിസ്റ്റിലാണ് കിടക്കണമെങ്കിൽ അത് മൈ കോൺടാക്ട്സിലോട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും മാറ്റിയിടുക. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഗ്രൂപ്പ്സ് എന്ന് കാണാൻ പറ്റും. നിങ്ങളുടെ ഫോണിൽ പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ കാണും. അതും എവരി വൺ എന്നുള്ളത് മാറ്റി നിങ്ങൾ മൈ കോൺടാക്റ്റിലാക്കുക. കാരണം ഗ്രൂപ്പ്സിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ലിങ്കുകളൊക്കെ വരും ആഡ് ചെയ്യാനായിട്ട്. നിങ്ങൾ ലിങ്ക് ചെയ്യുമ്പോൾ അവരും നിങ്ങളെ ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ മൈ കോൺടാക്ട്സിലോട്ട് മാറ്റുക. പിന്നെ ലൈവ് ലൊക്കേഷൻ താഴെ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫോണിൽ ലൈവ് ലൊക്കേഷൻ ഓൺ ആണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്തിടുക. നിങ്ങൾ എവിടെയാണ് എന്നുള്ള രഹസ്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അത് ഓഫ് ചെയ്തിടുക. പിന്നെ ഉള്ളത് കോൾസ് എന്ന് കാണാൻ പറ്റും താഴെയായിട്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൽ ഇത് ഓഫ് ആണെങ്കിൽ റൈറ്റ് തിരിച്ച് വലത്തോട്ട് തിരിച്ച് അത് ഓൺ ചെയ്തിടുക. അതായത് അൺനോൺ ആയിട്ടുള്ള കോളുകൾ, ഡേഞ്ചർ ആയിട്ടുള്ള കോളുകളൊക്കെ നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് പണി തരുന്ന കോളുകളൊക്കെ ഇനി ഇങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ വരത്തില്ല. ഓട്ടോമാറ്റിക്കലി സൈലന്റ് ആയിക്കോളും. പിന്നെ ഉള്ളത് ഫിംഗർ ലോക്ക് എന്നുള്ളത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. ഫിംഗർ ലോക്ക് നിങ്ങളുടെ ഫോണിൽ ഫിംഗർ ലോക്ക് ഓഫ് ആണെങ്കിൽ അത് ഓൺ ചെയ്യുക. അത് ആക്ടിവേറ്റ് അല്ലെങ്കിൽ ഉടൻ തന്നെ അതിന്റെ സെറ്റിംഗ്സ് നിങ്ങളുടെ വാട്സപ്പിൽ തന്നെ ഉണ്ട്. ആ ഫിംഗർ ലോക്ക് ചെയ്ത് നിങ്ങൾ അത് ഓൺ ആക്കി ആക്ടിവേറ്റ് ചെയ്തിടുക. അതിനുശേഷം വീണ്ടും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് പുതിയൊരു ഫീച്ചറാണ് അഡ്വാൻസ് എന്നുള്ളത്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ അഡ്വാൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെയും നിങ്ങൾ അത് ഓഫായിട്ട് ഇടത്തോട്ട് ഓഫായിട്ട് കിടക്കണമെങ്കിൽ വലത്തോട്ട് തിരിച്ച് ബ്ലൂടിക്ക് ഒന്ന് ഓൺ ആക്കി ഇടുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും വാട്സപ്പ് കോളോ അല്ലെങ്കിൽ ഓഡിയോ കോളോ വിളിക്കുമ്പോഴത്തേക്ക് IP അഡ്രസ് ഉപയോഗിച്ച് നിങ്ങളുടെ ഫോൺ കോൾ ട്രാപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ കോൾ ട്രാപ്പ് ചെയ്യാനോ ഒക്കെ ആൾക്കാർക്ക് സാധിക്കാൻ പറ്റും, ഹാക്കർമാർക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം.